പൊന്നി, ഞാനിവിടുന്ന് പോവുകയാണ്. നിന്നെ സ്നേഹിച്ച് വഞ്ചിക്കുകയല്ല. നീ നന്നായിരിക്കുമെന്നാണ് എന്റെ ആഗ്രഹം. നമ്മുടെ ഈ ബന്ധം നിന്റെ ഊരിൽ അറിഞ്ഞാൽ അവർ നിന്നെ കൊന്നുകളയും. വേണ്ട പൊന്നി, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. நீங்க ஊரை விட்டு போயா நான் ஜீவனோடு இருக்குமென்னா நீங்க நினைக்கிறீங்களா? பொன்னி, போவாதீங்க. வாழ்ந்தா உங்க கூட தான் வாழ்வேன். நீங்க எവിടെ விളിച്ചാലും நான் வரேன். என்னை விட்டு போவாதீங்க. எனக்கு ഇവിടെ யாருமே இல்ல. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ചെന്നായിക്കുഴിയിലെ മൃഗങ്ങൾ കടിച്ചു നിർന്നത് കാണാം. പോകൂ, നാട്ടിലേക്ക് തിരിച്ചു പോകും. ആ പെൺകുട്ടിയുടെ ജീവനെങ്കിലും സുരക്ഷിതമായിരിക്കട്ടെ. ഇല്ല പൊന്നി, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. എന്നെ കൊന്നിട്ട് പോങ്ക. പൊന്നി വേണ്ടങ്ക. എന്നെ വിട്ടിട്ട് പോയാ ഞാൻ ചത്തുള്ളേ. പൊന്നി, നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. നമുക്ക് ഇവിടെ വിട്ട് എവിടെയെങ്കിലും പോവാം. നോ, നെവർ. നിങ്ങൾക്കതിന് കഴിയില്ല. സാർ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം സാർ. സാധ്യമല്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഈ പെണ്ണിനെയും കൊണ്ട് ഈ കാടിന്റെ അതിർത്തി കിടക്കാൻ നിനക്ക് കഴിയില്ല. ഒരാഴ്ചക്കാലത്തേക്ക് നിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ. അതിനുള്ളിൽ നിന്റെ ട്രാൻസ്ഫറും ശരിയാകും. ഗിവ് മീ യുവർ ജീപ്പ് കീ. சாமி, சாமி, எங்களை காப்பாத்துங்க. ഈ കണ്ണീരാണ് ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരുടെയും സമനില തെറ്റിച്ചിട്ടുള്ളത്. ഇനി ആ ശവമേൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. நீ இங்கத்தான் இருக்கும் எனக்கு தெரியும். வரி. സാധ്യമല്ല. ജോർജ് എന്തറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്? ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല. എല്ലാം അറിയുന്നവൻ ഞാൻ മാത്രമാണ് സാർ. കഴിഞ്ഞ 20 വർഷത്തിലുള്ള സാറിന്റെ ജീവിതം എനിക്ക് മനഃപ്പാടമാണ് സാർ. എന്നിട്ടാണോ ജോർജ് എന്നെ നിർബന്ധിക്കുന്നത്? അതെ, അന്ധമായ ദുരാചാരങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് പിന്തിഹൃദയങ്ങളെ ബലിയർപ്പിക്കാൻ ഇനി അനുവദിക്കരുത് സാർ. ജോർജെ, ഈ കാടിന്റെ ജീവനാടിയാണ് ഇവിടുത്തെ ആദിവാസി. അവർ വലിയൊരു ശക്തിയാണ്. അവർക്കെതിരായി നിന്നിട്ടുള്ളവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ. എന്നിട്ടും ഈ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? അല്ല, അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഘടകവിരുദ്ധമായി എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്ത ഒരു പെൺകുട്ടിയെ ഒരിക്കൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവനാണ് ഞാൻ. അവളുടെ ചോര ഊറ്റിക്കുടിച്ചിട്ടും അവരുടെ ദാഹം തീർന്നില്ല. ഈ കാടിനെതിരെ അന്ന് യുദ്ധം പ്രഖ്യാപിച്ചവനാണ് ഞാൻ. മുറിവേറ്റ ഹൃദയത്തോടെ, മറക്കാനാവാത്ത ഓർമ്മകളോടെ ജീവച്ഛവം പോലെ ഞാൻ ഇന്നും ഇവിടെ ജീവിക്കുന്നു. എനിക്ക് നേടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ജോർജെ ഞാൻ ആയുധം കീഴ്വെച്ചത്. എന്റെ നീലിക്കുണ്ടായ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. അന്ന് സാറിന്റെ നീലിക്ക് സംഭവിച്ചത് ഇനി ഈ കാട്ടിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. ഇവിടെ അന്തം കുറിച്ചിട്ടുള്ള എത്രയോ പെൺകുട്ടികളുടെ ദീനരോധനങ്ങൾ അർദ്ധരാത്രി സാർ കേൾക്കാറില്ലേ? അതിൽ സാറിന്റെ നീരിയെ സാർ തിരിച്ചറിയാറില്ലേ?
ഏതെങ്കിലും രാത്രിയിൽ അന്ധമായ ആചാരങ്ങൾക്ക് ഹോമിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് എന്നെങ്കിലും സാർ ഓർക്കാതിരുന്നിട്ടുണ്ടോ? അലഞ്ഞു നടക്കുന്ന ആ പെൺകുട്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ആലോചിക്കാൻ സമയമില്ല. ഇനി നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. ഇതാ, ഈ കാട് മുഴുവൻ ഇളകി വന്നാലും ഞാൻ ഒറ്റയ്ക്ക് എതിർത്തോളാം. ഞാൻ മരിച്ചു വീഴുന്നതിനുള്ളിൽ ഈ കാടിന്റെ അതിർത്തി കടന്നോണം. സാർ, ആലോചിച്ച് നിൽക്കാൻ പോലും സമയമില്ല. ഓ